മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ്റെ വീട്ടിലോട്ടും പ്രതാപൻ്റെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ മരണവാർത്ത അവരെയെല്ലാം അറിയിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രകാരം അവർ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ ഇനിയൊന്നും പേടിക്കാനില്ല, എൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള സന്തോഷം ഞാൻ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. അവളുടെ കഥ കഴിഞ്ഞു, അവളുടെ ചിത എരിഞ്ഞടങ്ങുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നതെന്ന് പറയുന്നു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ എനിക്കിപ്പോഴാണ് സമാധാനമായത്. അവൾ വലിയ മഹാറാണിയെ പോലെ അവിടെ വാണ് എൻ്റെ മോളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനി അവളുടെ ഒരു പ്രശ്നം നമുക്കവിടെ ഉണ്ടാകുന്നില്ലല്ലോ. അവൾ ഇതോടുകൂടി എരിഞ്ഞടങ്ങിയല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവളുടെ കഥ കഴിഞ്ഞു, അവളുടെ ചിത എരിഞ്ഞടങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് അവളുടെ ശല്യം ഒരിക്കലും ഉണ്ടാകില്ല. ഇതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകാൻ കൂടെ ഞാൻ തയ്യാറാണെന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ജയിലിൽ പോയി വന്നതിന് ശേഷം എനിക്ക് ധാരാളമുള്ള പങ്ക് നിങ്ങൾ മാറ്റിവെക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് മേഘനാഥൻ അച്ഛനെ. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എടാ ഇനി പോലീസിനെ അറിയിച്ച് കാണുമായിരിക്കുമോ കണ്ണൻ? ഇത്രയും നേരം മഹാലക്ഷ്മിയെ കാണാതായപ്പോൾ കണ്ണൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളുടെ അടുത്തേക്ക് പോലീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്താണോ ഇനി പോലീസിൻ്റെ അടുത്ത് പറയേണ്ടതെന്നും കൂടെ എനിക്ക് നീ പറഞ്ഞു തരണം എന്നൊക്കെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്. അച്ഛാ ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ നിന്നാൽ മതി. ഒന്നും ഒരു സംശയം ഇടവരുത്തുന്ന രീതിയിൽ നമ്മൾ നിൽക്കരുത്, നമ്മൾക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതി വേണം നമ്മൾ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന മഞ്ജുവിൻ്റെ അടുത്തോട്ട് മേഘനാഥൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എടി നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ നിന്നോട് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ജുവിനെ എണീപ്പിക്കുന്നുണ്ട്. അതിന് മഞ്ജു ചോദിക്കുമ്പോൾ എന്താണ് ഇത്ര വലിയ സന്തോഷ വാർത്ത എന്ന് ചോദിക്കുന്നു. നിനക്ക് ഇനി ഒന്നും പേടിക്കാനില്ല, നീ ധൈര്യമായിട്ട് നിനക്ക് സന്തോഷത്തോടുകൂടി നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ വലിയ ബിൽഡപ്പൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ജുവിനെ. എന്നിട്ട് കാര്യം പറയുകയാണ്, ഇനി ഒരിക്കലും മഹാലക്ഷ്മി എന്നൊരു ഒരുത്തിയുടെ ശല്യം നിനക്കുണ്ടാകും. അവൾ ഇതോടുകൂടി എരിഞ്ഞടങ്ങി, അവളുടെ ചിത എരിഞ്ഞടങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ മഞ്ജുവിനാകെ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട്. പക്ഷേ മഞ്ജുവിൻ്റെ മനസ്സിൽ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് മഞ്ജുവിൻ്റെ മനസ്സിൽ. എന്തെന്ന് വെച്ചാൽ അവർക്ക് ദൈവം എപ്പോഴും തുണയായിട്ട് തന്നെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം മഹാലക്ഷ്മി പോലെ തന്നെ മഞ്ജുവിനും ഉറപ്പായിരുന്നു. അതുകൊണ്ട് മഞ്ജു സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മേഘനാഥൻ്റെ മുന്നിൽ, ഒരു സംശയം തോന്നരുതല്ലോ എന്നോർത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൻ്റെ അടുത്ത് മാർക്കോ വരുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സേഫായിട്ട് മഹാലക്ഷ്മിയെ ലേഖയുടെ വീട്ടിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കണ്ണനോട്. എന്നിട്ട് അവിടെ നടന്ന ചതിയെക്കുറിച്ചെല്ലാം വലിയ വിശദമായിട്ട് തന്നെ മാർക്കോ പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, എടാ നീ എത്ര പ്രാവശ്യമായി നിങ്ങളുടെ നേരെ അവരിങ്ങനെ ഒരു നീക്കം ചെയ്യുന്നു, അതുകൊണ്ട് ഇനി വെറുതെ വിടാൻ ഉദ്ദേശിക്കരുത്, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ മേഘനാഥനും പ്രതാപനും ഒരു നല്ല തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട, അതിനൊക്കെയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അവർ നെട്ടോട്ടം ഓടാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ കണ്ണൻ സാറ് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. മഹാലക്ഷ്മി കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലീസിന് കൊടുക്കണം. അതിനുശേഷം ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം, എന്നാലാണ് ഇവർക്ക് ഉള്ളൊരു അടി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മാർക്കോ പറയുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് മാർക്കോ കൊടുക്കുന്ന പണി എന്താണെന്നുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.